Hey everyone, it's me Rahul. Welcome to my Trend FX യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ ഈ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു. ഫസ്റ്റ് 50 മിനിറ്റ് സ്കാനിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സൈഡ് വേസിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും, നമുക്കൊരു ഓപ്ഷൻ ഹെഡ്ജിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വൺ സൈഡ് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ബൈ സൈഡിലോട്ടും സെൽ സൈഡിലോട്ടും. ആൻഡ് നമുക്ക് ഇൻട്രാഡേ ലൈക്ക് സ്റ്റോക്സും ഒന്നും നമ്മളങ്ങനെ ഇന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ആദ്യം നമുക്ക് അറിയായിരുന്നു ഇന്നത്തെ ഓവറോൾ ഇൻഡെക്സ് ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സ്റ്റോക്കിലും കാര്യങ്ങളിലൊന്നും ഒരു അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് മുകളിലോട്ട് താഴോട്ട് അങ്ങനെ. കാരണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഈ ഒരു സെൻറ്റിമെൻ്റൽ ട്രേഡിങ് ടൈമിൽ ട്രേഡ് ചെയ്യുന്നതും ഹൈ റിസ്ക് ആണ്. സോ നമ്മൾ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളത്തെ വ്യൂ നോക്കുകയാണെങ്കിൽ നാളെ 24,342 താഴെ വന്നാൽ 24,342 താഴെ വന്നാൽ നമുക്ക് പിന്നെ മേജറായിട്ടൊരു സപ്പോർട്ട് ഉള്ളത് 23,958 ആണ്. ഓക്കെ, 23,958 ആണ്. അതിൻ്റെ ഇടയ്ക്ക് മൈനർ OA സപ്പോർട്ട്സ് ഉണ്ട്. ബട്ട് ടെക്നിക്കൽ ലെവലിൽ 23,958 വരെ നമുക്ക് ഒരു ഷാർപ്പ് ഫാള് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇൻട്രാഡേയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ പറ്റും 23,958 വരെ. അതിൻ്റെ താഴെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉണ്ട് 23,851. സോ ഇതാണ് നാളത്തെ നമ്മുടെ പ്ലാൻ, ട്രേഡിംഗ് പ്ലാൻ. സോ അതിന് നമ്മൾ എവിടെ വരണം, 23,350 ബ്രേക്ക് ചെയ്യണം. ഓക്കെ, 23,350 ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബിയറിഷ് വ്യൂ ആണ്. ഓക്കെ, ഇതിൻ്റെ താഴെ. ഓക്കെ, സോ നമുക്ക് ബുള്ളിഷ് വ്യൂ നമുക്ക് വരണമെങ്കിൽ 25,000 എത്തണം. ബട്ട് 24,000 മുകളിൽ നമുക്ക് ഹോൾഡ്, 24,600 മുകളിൽ നമുക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഷോർട്ട് കവറിങ് എക്സ്പെക്റ്റ് ചെയ്യാം അപ് ടു 24,900. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ 24,600 ഒന്നും വലിയ റെസിസ്റ്റൻസ് അല്ല. മേജർ റെസിസ്റ്റൻസ് നമുക്ക് എവിടെയാണുള്ളത്, 25,000 സോ അതിൻ്റെ ഇടയിൽ നമുക്ക് മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ഒന്നും ഇല്ല നമുക്ക് ആസ് പെർ OE ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ. സോ 24,500 താഴെ വരികയാണെങ്കിൽ 24,500 നമ്മൾ പറഞ്ഞ 24,500 24,000 ഈ ലോഡ് താഴെ വന്നത് 27,350 ഞാൻ പറഞ്ഞിട്ടുള്ള ടെക്നിക്കൽ ലെവലിൽ. ഇതിനകത്ത് 500 ഇവിടെയാണ് കാണിക്കുന്നത്. ഇത് സപ്പോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വരെ മാർക്കറ്റ് വന്ന് വീണത്. പക്ഷേ ഈ ഏരിയയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഈ ഏരിയയിൽ നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ, സോ 24,350 താഴെ 24,350 താഴെ വരികയാണെങ്കിൽ 300, 250, 200. സോ നമുക്ക് മേജറായിട്ടൊരു സപ്പോർട്ട് എവിടെയുള്ളൂ, 24,000 24,000 ഈ ഒരു ഏരിയയിലേ ഉള്ളൂ. സോ അതാണ് നമ്മുടെ ടാർഗറ്റായിട്ട് ഈ ഒരു ഏരിയ വരുന്നത്, 23,958 ഈ ഒരു ഏരിയ വരുന്നത്. സോ നോ ട്രേഡിംഗ് സോണാണ് ഇവിടെ നമ്മുടെ നോ ട്രേഡ്. ഓക്കെ, നോ ട്രേഡ്, ഇത് നമ്മുടെ നോ ട്രേഡാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നിഫ്റ്റിയിലെ വ്യൂ. സെൻസെക്സിലെ വ്യൂ എന്തെന്ന് വെച്ചാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. ഇത് ഇന്നലെ വരച്ചാണൊന്നും ചെയ്തിട്ടില്ല ഞാൻ. ഇത് നമ്മുടെ സപ്പോർട്ടാണ്. ഓക്കെ, സോ സപ്പോർട്ടിൽ ഗ്യാപ് ഡൗണിൽ വന്നു, റെസിസ്റ്റൻസിൽ തട്ടി വീണു. സോ നമുക്ക് ഈ ഏരിയയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ മാത്രം സ്കാൽപ്പൊക്കെ ഇറങ്ങാം. ഒരു ഡയറക്ഷണൽ ട്രേഡ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. ബട്ട് സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. സോ നമ്മുടെ നാളത്തെ ബിയറിഷ് വ്യൂ ഈ ലോയുടെ താഴെ വരികയാണെങ്കിൽ 78,537 താഴെ വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 77,524 എടുക്കാം. 77,524 ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 79,429 മുകളിൽ പോകുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 80,349 ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, സോ എബോവ് 79 ഫസ്റ്റ് ടാർഗറ്റ് 80,349, ബിലോ 78,537 ഫസ്റ്റ് ടാർഗറ്റ് 77,564. ഇതാണ് നമ്മുടെ നിഫ്റ്റിയിലെയും സെൻസസിലെയും നമ്മുടെ ലെവൽസ്. സോ ക്രൂഡ് ഓയിൽ എന്നോട് എന്നും ആൾക്കാർ ചോദിക്കാറുണ്ട്. ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയാൻ കഴിയില്ല, ഇന്നായിട്ട് അപ്പ് ട്രെൻഡും അല്ല. ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുത്തിരുന്നു, ക്രൂഡ് ഓയിൽ ഇതൊരു ഇൻസൈഡ് ബാറാണ്. ലൈക്ക് ഇൻസൈഡ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്
ഇൻഡിസിഷനാണ്, കൺഫ്യൂഷനിലാണ്. മാർക്കറ്റ് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ക്രൂഡ് ഓയിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മൂവ്മെൻറ്റ് വരുന്നവരെ നമുക്ക് മൂവ്മെൻ്റ് ഒന്നും ഇവിടെ നമുക്ക് ട്രേഡൊന്നും ചെയ്യേണ്ട. ഓക്കെ, ഇവിടെ നമുക്ക് ട്രേഡൊന്നും ചെയ്യേണ്ട. ഈ ഒരു ഏരിയയിൽ നമുക്ക് നോ ട്രേഡ് സോണായിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യട്ടെ, അതുവരെ ക്രൂഡ് ഓയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അതുവരെ ക്രൂഡ് ഓയിൽ ട്രേഡൊന്നും ചെയ്യേണ്ട. ഓക്കെ, ആൻഡ് നിഫ്റ്റിയുടെ ലെവൽസ് നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. 24,611 ബുള്ളിഷ് അപ് ടു 24,900, 24,342 ബിലോ അപ് ടു 23,958. ഇതാണ് നാളത്തെ വ്യൂ. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ ട്രേഡിംഗ് സിഗ്നൽസ് ആൻഡ് എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്, ഇസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ബൈയും സെല്ലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓൺലി എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് നിങ്ങൾ ഇനി യൂസ് ചെയ്യുക. നിങ്ങൾ ഈ ലെവൽസൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങൾ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.